ഇടുക്കി ജില്ലയിൽ ഇന്നലെ രാത്രി തുടങ്ങിയ കനത്ത മഴയ്ക്ക് ഇപ്പോഴാണ് അല്പം ശമനമുണ്ടായിരിക്കുന്നത്. വ്യാപകമായ നാശനഷ്ടമാണ് മേഖലയിൽ ഉണ്ടായത്. ഇത്തവണ ഏറ്റവും വലിയ പ്രത്യേകത ഹൈറേഞ്ച് ലോ റേഞ്ച് മേഖലകളിൽ ഒരുപോലെ കനത്ത മഴ പെയ്തു എന്നുള്ളതാണ്. തൊടുപുഴ മേഖലയിൽ കുടയത്തൂർ തൊടുപുഴ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടൂർ മലയിൽ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിച്ച് വീഴുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു. വീട്ടമ്മയായ സുമതി എന്നയാളെയാണ് കാണാതായത്. അല്പം മുമ്പ് ഇവരുടെ മൃതദേഹം ലഭിച്ചു എന്ന ഒരു റിപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടിമാലി മൂന്നാർ മേഖലയിലും വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ദേവിയാർ കോളനിയിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ മേഖലയിലും റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഉപ്പുതറ ചപ്പാത്ത തുടങ്ങിയ മേഖലകളിലും പെരിയാർ കരകവിഞ്ഞൊഴുകി വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വിവിധ മേഖലകളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. ഉപ്പുതറ മത്തായിപ്പാറയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ട പോലീസ് സംഘവും അപകടത്തിൽപ്പെട്ടു. ഇവിടെ പോലീസ് ജീപ്പ് മണ്ണിനടിയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസുകാർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. മറ്റു മേഖലകളിലും കനത്ത മഴ തന്നെയാണ് പല മേഖലകളിലും രാത്രി പെയ്തത്. ഇടുക്കി അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടായി. അതുകൊണ്ട് തന്നെ അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ വർധനയുണ്ടായിട്ടുണ്ട്. എന്തായാലും മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യത്തിൽ നിരവധി കുടുംബങ്ങളെ വിവിധ മേഖലകളിൽ ഉപ്പുതറ ചപ്പാത്ത് കുടയത്തൂർ തുടങ്ങിയ മേഖലകളിൽ നിന്ന് നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്.